ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ കീം ആപ്ലിക്കേഷൻ സമയം മുതൽ നിങ്ങളുടെ മുന്നിൽ വളരെ അപ്ഡേറ്റുകളായിട്ട് കരിയർ അപ്ഡേറ്റ്സ് ഉൾപ്പെടെ എത്തിക്കുന്ന ഒരു ചാനലാണ് ഞങ്ങളുടേത്. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിലൂടെ ഒക്കെ കടന്നുകൊണ്ട് പലർക്കും ഒരുപക്ഷെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാകും. ചിലരൊക്കെ അടുത്ത അലോട്ട്മെന്റിനൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവരുണ്ടാകും. എന്ത് തന്നെയായാലും അടുത്ത 4 വർഷം, അതായത് നിങ്ങൾ ബിടെക് ചെയ്യാൻ പോകുന്ന പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് ഇന്റേൺഷിപ്സ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് തിങ്സ്, ഒരുപാട് കാര്യങ്ങൾ വരും. എല്ലാം ഈ ചാനൽ വഴി ഞങ്ങളുടെ പരമാവധി അപ്ഡേറ്റ് ചെയ്യുകയും ഒരു ലൈവ് സപ്പോർട്ട് എന്ന രീതിയിൽ പല കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്ന് 2 പ്രധാനപ്പെട്ട ബ്രാഞ്ച് പല വിദ്യാർത്ഥികൾക്കും കൺഫ്യൂഷൻ ആണ്. ഇതിൽ ഏതെടുത്താൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ഏതെടുത്താലാണ് പ്ലേസ്മെന്റ് കൂടുതൽ, ഏതിന്റെ എക്കോ സിസ്റ്റമാണ് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, ഓരോ ബ്രാഞ്ചിനും എങ്ങനെയാണ് പാക്കേജ് കിട്ടുക, നമ്മൾ സാധാരണ പിന്നെ ചിലർ ചോദിക്കുന്നത് ഏത് ബ്രാഞ്ചിലാണ് ഗേൾസ് കൂടുതലുള്ളത്, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് വെസിസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇതിൽ എന്താണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ 2 ബ്രാഞ്ചിന്റെയും സാധ്യതകളെന്നും പോരായ്മകളെന്നും നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് സിവിലോ മെക്കാനിക്കലോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, ഇപ്പോൾ പുതുതായിട്ട് അഡ്മിഷൻ എടുത്തവരായിക്കോട്ടെ, അതുമല്ല എങ്കിൽ നിങ്ങൾ ഈ +2 പഠിച്ച് ഭാവിയിൽ സിവിൽ എഞ്ചിനീയറിംഗോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് പ്രധാനമായിട്ടും കാര്യത്തിലേക്ക് വരാം. സിവിൽ മേഖല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് വളരെയധികം വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അത് പ്രൈവറ്റ് മാത്രമല്ല പബ്ലിക് സെക്ടറിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേഖലയാണ്. കാരണം നമ്മുടെ നാട്ടിലെ എഞ്ചിനീയേഴ്സ് നമ്മുടെ ചവറ് പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ പോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ, അതുമല്ല എങ്കിൽ എബ്രോഡ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ദുബായിൽ ഉൾപ്പെടെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു മേഖലയാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും 5 ബഡ്ജറ്റുകൾ പല പാർലമെന്റ് സമ്മേളനം കൂടി നമ്മൾ ഈ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാത്രം പാലം, റോഡുകൾ, മറ്റ് ഗതാഗതം, എത്രയോ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ, വർക്ക് സ്പേസുകൾ, ഇത്തരത്തിൽ ഒരിക്കലും നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ജോബ് സാധ്യത എത്ര AI വന്നാലും മെഷീൻ ലേണിംഗ് വന്നാലും കോഡിംഗ് വന്നാലും അവിടെ മാനുവൽ ആയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള എഞ്ചിനീയേഴ്സിന്റെ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ സ്കില്ല് എന്തായാലും ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ സിവിലിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അടുത്ത ഏകദേശം ഒരു 40 വർഷത്തേക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റും. പക്ഷെ എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലെ KTUവിന്റെ അണ്ടറിൽ തന്നെ 149ലധികം കോളേജുകളുണ്ട്. അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ബിടെക് പഠിക്കണമെന്ന ആശയോടുകൂടി പോയി പഠിച്ച് പ്ലേസ്മെന്റിന് ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് സിവിലിലൊക്കെ വളരെ കുറഞ്ഞ ഒരു 2 ലാഖോ 1 ലാഖോ അകത്തുള്ള പാക്കേജിലായിരിക്കും നിങ്ങൾ പ്ലേസ്മെന്റിന് പോലും പോയിരിക്കുന്നത്. അത് അല്ലാതെ ഒരു പക്ക ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് കോളേജിലാണ് നിങ്ങൾ സിവിൽ പഠിക്കുന്നതെങ്കിൽ 100% നിങ്ങൾക്ക് എബവ് 5 LPAയിൽ തന്നെ പ്ലേസ്മെന്റ് ഉറപ്പാക്കാം. ഇനി അത് കൂടാതെ തന്നെ ഈ പ്ലേസ്മെന്റിന്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിൽ പോകണമെങ്കിൽ പോലും നമ്മുടെ സിവിലുമായി ബന്ധപ്പെട്ട സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ഡിസൈൻ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകൾ ഉണ്ട് എന്ന് മാത്രമല്ല, മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് IIT പോലുള്ള ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും കേരളത്തിൽ നിന്ന് പഠിച്ചു വരുന്ന സ്റ്റുഡൻസിന് കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അതുമല്ല നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ നമ്മുടെ സാധാരണ പഞ്ചായത്ത് ലെവലിലോ അല്ലെങ്കിൽ നമ്മുടെ IES ലെവലിലോ, അതായത് ഞാൻ പറയുന്നത് ഗവൺമെന്റ് സെക്ടറിൽ പോലും ISRO ഉൾപ്പെടെ സിവിൽ എഞ്ചിനീയേഴ്സിനെ തേടുന്നുണ്ട്. ക്വാണ്ടിറ്റി സർവേയിങ് ആയിക്കോട്ടെ, മറ്റ് നമ്മുടെ ഭൂഗർഭ ജലസ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന്, മാപ്പിങ്ങിന്, സർവേക്ക്, ഇത്തരത്തിൽ അനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് സിവിൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇനി ഇതിൽ നിന്നും കംപ്ലീറ്റ് വ്യത്യസ്തം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഒരു 4 വർഷം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് കുറച്ചുകൂടി ബെറ്റർ ആസ്പിറേഷൻസ് ആണ്. അവിടെ നിങ്ങൾ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഡസ്ട്രികളെ എക്സ്പ്ലോർ ചെയ്യും. അതുപോലെ തന്നെ ചില കമ്പനികൾ, ചില കോളേജുകളൊക്കെ ഇന്റേൺഷിപ്പിന് നിങ്ങൾ റോയൽ എൻഫീൽഡ് പോലുള്ള ഹൈ കമ്പനികളിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ സ്കില്ലും കണ്ട് അവർ വേറെ ഒന്നും നോക്കില്ല, ജസ്റ്റ് ബിടെക് കഴിഞ്ഞ ഉടൻ തന്നെ അത്തരമുള്ള കമ്പനികളിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യും. ഇത്തരത്തിൽ നമ്മുടെ സിവിലുമായി റിലേറ്റ് ചെയ്യുമ്പോൾ മെക്കാനിക്കലിനും ഇപ്പോൾ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ്. ചില കമ്പനികൾ, അതായത് കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രിക്കലിൽ പോലും വന്ന് പ്ലേസ്മെന്റ് നടത്തുന്ന ചില കമ്പനികൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെയും ആവശ്യമുണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടരുത്. തീർച്ചയായിട്ടും ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വഴി പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോബ് എന്ന് പറയുന്നത് കൂടുതൽ ഒരു അഡ്മിൻ ജോബോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഓഫീസ് കൈൻഡ് ഓഫ് ജോബോ ആയിരിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ പല പ്രൊഡക്ഷൻ ഹബിലേക്കും ഇൻഡസ്ട്രി ഏരിയകളിലേക്കും വർക്കിംഗ് പേഴ്സൺ ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ചീഫായിട്ടും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ ആസ് എ ഫ്രഷർ നിങ്ങൾ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടാവും.
ചില കോളേജുകളിൽ നിങ്ങൾ തന്നെ ചോദിച്ചു പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ്. നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സബായിട്ട് വരുന്നതാണ്. നിങ്ങൾ ആ കോളേജിൽ പഠിച്ചാൽ തന്നെ മനസ്സിലാക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെയിൻ ബ്രാഞ്ചും അതിന്റെ കീഴിൽ വരുന്ന സബ് ബ്രാഞ്ചസും ആണ് ഇതെല്ലാം. അപ്പോൾ ഇതിലെല്ലാം പഠിക്കുമ്പോൾ കേരളത്തെ പോലെ ഗ്രോയിങ് എക്കണോമി ഉള്ള ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഇവിടെ ഇൻഡസ്ട്രി ഹബ് അല്ല. നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസ്ട്രി ഹബ്ബുകൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നോർത്ത് ഇന്ത്യയിലേക്കും മുംബൈയിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഹൊസൂർ പോലുള്ള മേഖലയിലേക്കും ശ്രീപെരുമ്പത്തൂരും ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ജോബ് ഇൻസൈഡ് കേരള കിട്ടാൻ ലൈക്ക് ആസ്പയർഡ് ആയിട്ടുള്ള ജോബ്, ഹൈ പാക്കേജ് ആയിട്ടുള്ള ജോബ് ഇൻസൈഡ് കേരള കിട്ടാനുള്ള ചാൻസ് കമ്പയർഡ് ടു സിവിൽ മെക്കാനിക്കലിന് കുറവായിരിക്കും. ബട്ട് ഇതെല്ലാ കേസിലും ആപ്ലിക്കബിൾ അല്ല എന്ന് കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണ ഒരു പ്ലാനും ഇല്ലാത്തൊരു വ്യക്തിക്ക് പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ് സിവിൽ. പക്ഷെ മെക്കിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഇൻവോൾവ് ആയി പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണം. ഇനി ലാസ്റ്റ് ഇയർ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് കുറച്ചുകൂടി എഫേർട്സ് ആവശ്യമാണ് എന്ന് ഞാൻ പറയും. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പല ഫ്രണ്ട്സും തന്നെ ഇപ്പോൾ റോയൽ എൻഫീൽഡിലായിക്കോട്ടെ മറ്റ് മികച്ച മഹീന്ദ്ര പോലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം എക്സ്പീരിയൻസ് ഒന്ന് ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നല്ല നല്ല പൊസിഷനുകളിലേക്ക് എത്താനും ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കും. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലേക്ക് വന്നാലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് എപ്പോഴും ആവശ്യക്കാർ കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി അവിടെ മെഷീൻസ് ഉണ്ട് എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് സത്യം പറഞ്ഞാൽ ഒരു മൾട്ടി ടാലന്റ് സ്കില്ല് തന്നെ ആവശ്യമുണ്ട്. അത് തന്നെയാണ് എല്ലാവരും പരിഗണിക്കുകയും ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ CS ഒക്കെ കമ്പയർ ചെയ്ത CS, EC അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന AE അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത മെക്കാനിക്കലിന്റെ പാക്കേജിനെ നിങ്ങൾ വിലയിരുത്തരുത്. സ്റ്റിൽ ഇറ്റ് ഡിസേർവ്സ് ഹൈ വാല്യൂ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എന്ന് തന്നെ ആയാലും നിങ്ങൾ ഇനി സിവിൽ പഠിക്കുന്നവരായിക്കോട്ടെ മെക്കാനിക്കൽ പഠിക്കുന്നവരായിട്ട് വളരെയധികം ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബേസിക് കോഡിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് രണ്ടിലും വരുന്ന നല്ല നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ ഗ്രാബ് ചെയ്യാനും അതല്ല ഹയർ സ്റ്റഡീസിൽ പോകാനാണെങ്കിൽ അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും അതുമല്ല എങ്കിൽ ഗവൺമെന്റ് സെക്ടറിലേക്ക് ഭാവിയിൽ ജോബ് ആപ്ലിക്കേഷൻ IAS ഉൾപ്പെടെയുള്ള പരീക്ഷകൾ എഴുതി അത്തരം ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്താനും സഹായിക്കുന്ന ബ്രാഞ്ചുകളാണ് ഇത് രണ്ടും തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും മെക്കുകാരും സിവിലുകാരും കമന്റ് ചെയ്യാൻ മടിക്കേണ്ട. പോന്നോട്ടെ കമന്റുകളെല്ലാം. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ കാണാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാനും സംശയങ്ങൾക്ക് ഞങ്ങൾ റിപ്ലൈ തരും. മറക്കേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.